കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസ് ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് മന്ത്രി പി രാജീവിന് പഴനിയിലൊരു ഫാം ഹൗസ് ഉണ്ടെന്നുള്ളതാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് മന്ത്രി പി രാജീവ് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ശരിക്കും ഇതിനൊരു വാസ്തവം എന്താണ്? മന്ത്രി പി രാജീവും ഇടതുപക്ഷവുമൊക്കെ മീഡിയ വണ്ണിൻ്റെയും ഔട്ട് ഓഫ് ഫോക്കസിൻ്റെയും ഒക്കെ പ്രചരണത്തെ തുറന്നു കാണിക്കേണ്ടത് ഈ പി രാജീവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കേസിൽ മാത്രമല്ല കേട്ടോ, മറ്റ് ചില കാര്യങ്ങൾക്ക് കൂടിയാണ്. അതിന് രണ്ട് വാക്കുകൾ കൂടി പറയുന്നു. ഒന്ന് ഇടത് ഹിന്ദുത്വ എന്നും അതുപോലെ തന്നെ CPMൻ്റെ കർസേവ എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ, അത് ഞാൻ ഇതിന് ശേഷം വിശദീകരിക്കാം. പിന്നെ ഷിബിലി പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിൽ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ അജിംസിനെ റാവുത്തറിനെയൊക്കെ. കാരണം നിഷാദ് റാവുത്തറിനെയൊക്കെ എനിക്കിഷ്ടമാണ്. സീതാവും ഇതുമൊക്കെ വളരെ ഭംഗിയായി എങ്ങനെ ഈ പറയുന്ന പോലെ വർഗീയതയും ഇതുമൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ കലർത്തി അവരുടെ കാര്യം നേടാം എന്ന് വളരെ ഭംഗിയായി അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളവരെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് വളരെ ഇപ്പോൾ PFIയെ പോലെ അല്ലെങ്കിൽ SDPയെ പോലെ വളരെ ആക്രോശിക്കുകയും ശക്തമായി മുദ്രാക്കി വിളിക്കുകയും ചെയ്യില്ല. അപ്പോൾ അതൊക്കെ നൈസായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പഴം മുറിക്കുന്ന പോലെ നമ്മളിപ്പോൾ റോബസ്റ്റ പഴം മേടിച്ച് കത്തി കൊണ്ട് മുറിച്ചാൽ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, എതിരാളികളെപ്പോലും വരയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്നത് കോൺഗ്രസിനെയാണ്, UDFനെയാണ്, നമുക്കറിയാമല്ലോ. ഏതാണ്ട് UDF ഇപ്പോൾ ഏതാണ്ട് ഒരു സീറ്റ് കൊടുക്കും വെൽഫെയർ പാർട്ടിക്ക്. അത് വെൽഫെയർ പാർട്ടിയുടെ പേരിലായിരിക്കില്ല, പക്ഷെ അവർ കൂടി സമ്മതനായിട്ടുള്ള ഏതെങ്കിലും സ്വതന്ത്രൻ കേരളത്തിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിക്കും എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ അവർ ഈയിടെയായിട്ട് ഇടതുപക്ഷത്തെയും CPMനെയും ഒക്കെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ CPM കൂടി ഇല്ലാതായാൽ, CPM കൂടി ഒരു ഹിന്ദുത്വ അജണ്ട പേറുന്ന പാർട്ടിയാണെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ CPM കൂടി തലാതലത്തിന് പല നിലപാടുകളൊക്കെ CPM എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ RSSുമായിട്ട് ഈ പറയുന്ന BJPയുമായിട്ട് ഒരു അന്തർധാരയൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അവരുടെ പുറത്തുകൂടി ഇത്തരം ഒരു കാര്യം ആരോപിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുത്വക്കും BJPക്കും ഒക്കെ വലിയ വളർച്ച ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ അങ്ങനെ BJPയുടെയും RSSൻ്റെയും വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന പണിയാണ് മീഡിയ വൺ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ വളർന്നാൽ ഇവരും വളരും. ഇവിടെ വർഗീയമായി ചേരിതിരിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനടക്കമുള്ള 1% ആളുകൾ പോലും ഈ വെൽഫെയർ പാർട്ടിയിലില്ല. എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷ ആളുകൾ മുസ്ലിം ലീഗിലാണ്, പിന്നെ സമസ്ത പോലെയുള്ള സംഘടനകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വിട്ടുകൊണ്ട് ഇവരെന്ത് ചെയ്യണം, വളരണം. ഇവർ പൊതുവെ മതരാഷ്ട്രവാദികളാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയും ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് കൊണ്ടുവരണം എന്ന് പറയുന്ന ആളുകളാണ്. അവരിതപ്പം മാറി ഞങ്ങൾ എന്ത് ചെയ്തു മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അതൊക്കെ ശരിയല്ല. യഥാർത്ഥത്തിൽ അവർ മതരാഷ്ട്രവാദികളാണ്. പിന്നെ ഇത് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഷിബിലി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഈ അജിംസിൽ നിന്ന് പറയുന്ന ഡയലോഗ് ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് കണ്ടതാണ്. ഔട്ട് ഓഫ് ഫോക്കസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. ഞാൻ സത്യത്തിൽ മറ്റ് ഒരുപാട് തിരക്കുകളുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ രാജീവിനെ വിളിച്ചു പോലും ഒന്ന് ചോദിക്കണമെന്ന് വെച്ചു, ഇതൊക്കെ എപ്പോൾ സാധിച്ചു നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. കാരണം ഈ അജിംസ് പറയുന്നത് ഷിബിലി പി രാജീവ് എന്ന് പറയുന്നൊരു പേര് പറഞ്ഞില്ല. മനസ്സിലായി? അത് തന്നെ ഒരു തന്ത്രമാണ്. കാരണം വെച്ചാൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ രാജീവിനല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ മറ്റേ വൈനെയാണ് ഉദ്ദേശിച്ചത്, എക്സിനാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറയാം. പക്ഷെ പറയുന്നത് എറണാകുളം ജില്ലയിലെ പ്രമുഖരായ ഒരു നേതാവ്, അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു, ഇപ്പോൾ മന്ത്രിയാണ്. അപ്പോൾ പിന്നെ കൃത്യമാണ് പി രാജീവാണെന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഷിബിലി? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പി രാജീവ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അദ്ദേഹവും കുടുംബവും കൂടി ഈ ഫാം ഹൗസ് ഉണ്ട് എന്നുള്ളതല്ല ഇവരുടെ ആരോപണം. ഒരു വനിതാ മാസികക്ക് പി രാജീവിൻ്റെ ഭാര്യയും 2 പെൺകുട്ടികളുമാണുള്ളത്. അവരെല്ലാവരും കൂടി ഇരുന്ന് ഈ ഫാം ഹൗസിൽ, പഴനിയിലെ ഫാം ഹൗസിലിരുന്ന് ഈ വനിതാ മാഗസിന് ഇൻ്റർവ്യൂ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി അഥവാ രാജീവിനോടൊരു ഫാം ഹൗസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും പി രാജീവ് കാണിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അജിംസ് പറയുന്നത് ചിലപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിലോ അല്ലെങ്കിൽ പരമ്പരാഗതമായി കിട്ടിയ സ്വത്തായിരിക്കും എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അജിംസ് അതിലൊരു വാക്കുകൂടി പറയുന്നുണ്ട്, അതാരും ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ഉണ്ട് ഞാനത് കണ്ടത്. കാരണം വനിതാ മാസികയ്ക്ക് അദ്ദേഹം അഭിമുഖം കൊടുക്കുന്നത് അവിടെ ഇരുന്നാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത്. പി രാജീവിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഇതുവരെ പഴനിയിൽ പോയിട്ടില്ല, ഇനിയൊന്ന് പോകണം. മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് അവതരിപ്പിക്കുന്നവരെയും കൂടെ കൂട്ടണം. പഴനിയിലെ ഫാം ഹൗസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിൽ നൽകിയതായി പറയുന്ന അവർ മാത്രം കണ്ട അഭിമുഖത്തിന് കോപ്പി ചോദിച്ചു വാങ്ങണം. ഇനി അടുത്തത്, ഇതുവരെ ഞാൻ കാണാത്ത പഴനിയിൽ ആരും കാണാത്ത അഭിമുഖത്തിൽ മീഡിയ വണ്ണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൗസ് അദ്ദേഹം കാണിച്ചു തരുമ്പോൾ അത് മീഡിയ വണ്ണിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എത്ര ശാന്തമായാണ് നട്ടാൽ മുളക്കാത്ത നുണ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് ഏതെങ്കിലും വിധത്തിലുള്ള
പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ? ഇതെന്ത് മാധ്യമപ്രവർത്തനമാണ്? ഇപ്പോൾ സ്റ്റോറി പിൻവലിച്ചതായിട്ട് പ്രമോദ് രാമൻ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തു, പിൻവലിച്ചു. അപ്പോൾ ഇതൊക്കെ മീഡിയ വണ്ണിൽ നടക്കുന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചാരണങ്ങളിൽ ഏറ്റവും ചെറുതാണ് എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. വലുത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. അതിനെ രണ്ടിനെയും പ്രതിരോധിക്കാനാണ് CPM സമയം കണ്ടെത്തേണ്ടത്. സാർ പറഞ്ഞല്ലോ ഈ ഇടത് ഹിന്ദുത്വ, അതുപോലെ ഇടത് കരസേവ, അതുപോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. ഇപ്പം നിലമ്പൂരിൽ നമ്മളെ ഈ പറയുന്ന എം സ്വരാജ് അവിടെ മത്സരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഇവർ വ്യാപകമായിട്ടുള്ള പ്രചാരണമാണ് എം സ്വരാജിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. അത് UDFന് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ വ്യാപകമായ പ്രചരണം നടക്കുമ്പോൾ പോലും ഇടത് ഹിന്ദുത്വ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമല്ല, അത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുത്വ പക്ഷമാണ് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളോട് കൂടി എന്ത് ചെയ്യാണ്, പ്രത്യേകിച്ച് മുസ്ലിം മറ്റു മതവിഭാഗക്കാരോടുകൂടി ഇവർ പറയാണ്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ കൂടി ഹിന്ദുത്വ അജണ്ടയിലേക്ക് ചേർത്തങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് കാര്യങ്ങൾ എളുപ്പമായി. കാരണം എന്താ, പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇടതുപക്ഷം ഇല്ലാതാവുകയും BJP വലിയ തോതിൽ വളരുകയും അപ്പോൾ ഇവർക്കും എന്ത് ചെയ്യാം, വലിയ തോതിൽ വളരാം. ഇതൊരു തന്ത്രമാണ്. യഥാർത്ഥത്തിൽ BJPയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടലുള്ളത് ഇവർക്കാണ്. കാരണം ഇവരെ അതുകൊണ്ടാണ് നിരോധിക്കാത്തത്. ഇവരെ ഉണ്ടെങ്കിലേ എന്തുള്ളൂ, അവർക്ക് നിലനിൽപ്പുള്ളൂ. തീവ്ര നിലപാടുകാർക്ക് ഇവർ മതരാഷ്ട്രവാദക്കാരാണ്, അവരുമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷിബിലി, ഇത് ഒന്ന് ഇടത് ഹിന്ദുത്വം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള നരേറ്റീവ്സ് കൊടുത്തു. ഇതേ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ കൊടുത്തു. അതിനെയാണ് P രാജീവൊക്കെ വളരെ ശക്തമായി എതിർക്കേണ്ടത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ മാടായിപ്പാറ എന്ന് പറയുന്ന ഈ തിരുവോണത്തിൻ്റെയൊക്കെ സമയത്ത് മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ള ഒരു സ്ഥലമുണ്ട്. നമ്മൾ ശരിക്കും കണ്ണൂർ പോയപ്പോൾ ചെല്ലണം എന്ന് വെച്ചാണ്. ആ മാടായിപ്പാറയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന GIO എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇവരുടെ ഓർഗനൈസേഷനാണ്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓർഗനൈസേഷനാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓർഗനൈസേഷനിൽ ഗേൾസ് ഇസ്ലാമിക് ഫോറം എന്ന് പറയുന്ന സംഘടന 10-30 പേര് ചേർന്ന് മാടായിപ്പാറയിൽ ഒരു വലിയ പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധം നടത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാടായിപ്പാറയിലേക്ക് ഫലസ്തീൻ എന്നിൽ നിന്ന് എന്ത് ചെയ്യണം, ഇസ്രായേൽ വിട്ടുപോകണം എന്ന് പറയുന്ന വലിയ പ്രതിഷേധമാണ് നടത്തിയത്. ആ ഇസ്രായേൽ വിട്ടുപോകണം എന്ന് പറയുന്ന പ്രതിഷേധം അങ്ങനെ നടത്തിയപ്പോൾ ഉടനെ തന്നെ അതിനകത്ത് ഇംഗ്ലീഷിലാണ് മുദ്രാവാക്യം വിളിച്ചത്. ആ മുദ്രാവാക്യം വിളിച്ച പ്രദേശം എന്താണെന്ന് അറിയാം, അതൊരു ക്ഷേത്രഭൂമിയാണ്. ആ ക്ഷേത്രഭൂമിയാണ് എന്ന് മാത്രമല്ല, അത് വളരെ പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഇക്കോളജിക്കലി വളരെ ഫ്രജൈലായിട്ടുള്ളൊരു ഭൂമിയാണ്. അവിടെ ഈ പറയുന്ന പോലെ യാതൊരു വിധത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രകടനവും നടത്താൻ പാടില്ല. ആ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് പോലീസും അതിൻ്റെ പുറത്തൊരു കേസെടുത്തു. അവിടെ എന്ത് ചെയ്യരുത്, പ്രകടനം നടത്തിയത്. ആ പ്രകടനം നടത്തി കേസെടുത്തതിനെയാണ് ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള സംഭാഷണത്തിലാണ് ഈ പറയുന്ന പോലെ ദാവീദ് എന്ന് പറയുന്നത് ഒറ്റടിക്ക് ഇത് ഹിന്ദു കർസേവയാണ് CPMൻ്റെ എന്നാണ് പറയുന്നത്. വാക്കുകളുടെ ഗ്രാവിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിലായ? CPMൻ്റെ എന്താണ്, കർസേവയാണെന്നാണ് പറയുന്നത്. CPM ഹിന്ദു പാർട്ടിയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്ന് അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ അതിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചേർക്കുന്നില്ല. അങ്ങനെ CPM കൂടി നശിച്ചില്ലാതാകട്ടെ, എന്നിട്ട് ഇവിടെ BJP വളരട്ടെ എന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. പക്ഷെ ആ സമയത്താണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് പുള്ളി ഇറങ്ങുന്നത്. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, അത് മുസ്ലിം നാമധാരിയായിട്ടുള്ള മറ്റൊരു ഈ പറയുന്ന പോലെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തു. അദ്ദേഹത്തിന് വണ്ടി പിടിച്ചിട്ടതിൽ ഈ പറയുന്ന പോലെ പിറ്റേ ദിവസം ദാവീദ് വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഔട്ട് ഓഫ് ഫോക്കസിൽ എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഒരു ഗോപാലപിള്ളയോ എന്തോ ആളുടെ പേരെടുത്ത് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്തു. കാരണം എന്താ, ഒരു ഹിന്ദു SHO എന്ത് ചെയ്തു, ഈ പറയുന്ന മുസ്ലിം ആയിട്ടുള്ള CPMൻ്റെ നേതാവിനെതിരെ പോലും നടപടിയെടുത്തു എന്ന് പറയാനാണ്. അല്ലാതെ ഇവർ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നുമല്ല. അങ്ങനെ ഇവർ ഓരോ തലത്തിലും എന്ത് ചെയ്യാണ്, പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ഈ നാട്ടിലെ ഭിന്നിപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയം പയറ്റുകയാണ്. എന്നാലും ചില സമയത്ത് ഇരുന്ന് ഇവർ വലിയ മതേതരത്വം എന്ത് ചെയ്യുകയും പറയുകയും ചെയ്യും. ആര്, ഈ മതരാഷ്ട്രവാദിക്കാരുടെ ചാനലിൽ ഇരുന്നാണ്. ഇതാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ P രാജീവിൻ്റെ കേസൊക്കെ നിസ്സാരമാണ്. അതൊന്നും എതിർത്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. ഇനി P രാജീവിനോട് ഫാം ഹൗസ് ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. P രാജീവിന് ഫാം ഹൗസ് ഇല്ല, അദ്ദേഹം പറഞ്ഞാണ് ശരി. ഇവർ ഈ പറയുന്ന പോലെ ഇളിമ്പരായി. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ആ വീഡിയോ വലിച്ചുകൊണ്ട് എന്ത് ചെയ്തത്, പ്രമോദ് രാമൻ കണ്ടം വഴി കൂടി കളഞ്ഞത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇത്തരം വലിയ നറേറ്റീവ്, വലിയ പ്രചരണം ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ, ശ്രദ്ധിക്കണ്ടേ. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതാരും പറയാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത പോലും. അല്ലെങ്കിൽ ഈ മാടായിപ്പാറ ഇഷ്യൂവും ഈ പറയുന്ന P രാജീവിൻ്റെ പിന്നെ ഫാം ഹൗസിൻ്റെ പ്രശ്നവും ഒക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാണ്, മറ്റു പലരും വീഡിയോ ചെയ്ത് കണ്ടതാണ്. പക്ഷേ ഞാനിത് എടുക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഷിബിലി, പക്ഷേ CPMഉം P രാജീവിനെ പോലെയുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഇത്തരം വാദങ്ങളെ പൊളിച്ചു കാട്ടാനാണ്.